എല്ലാം എനിക്ക് സ്പെഷ്യൽ തന്നെ. ഓഫ് കോഴ്സ് എൻ്റെ ഫസ്റ്റ് മൂവി എനിക്ക് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടാണ്, നമ്മൾ പരിമളം. പിന്നെ ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് എല്ലാം സ്പെഷ്യൽ തന്നെയാണ്. ഇപ്പോൾ എനിക്കൊന്നും അങ്ങനെ മാറ്റി നിർത്താൻ അങ്ങനെ തോന്നുന്നില്ല. ബിക്കോസ് എല്ലാത്തിലും നമ്മളിപ്പോൾ കാണുമ്പോൾ പ്രത്യേകിച്ച് എല്ലാം സ്വപ്നക്കൂട്, ചതിക്കാത്ത ചന്തു, ചിന്താമണി കൊലക്കേസ്, ചോട്ടാ മുംബൈ, നരൻ ഒക്കെ എനിക്ക് എല്ലാം കുറച്ച് അങ്ങനെ ഇതാണ് എൻ്റെ അങ്ങനെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ട്. ഈവൻ തമിഴിൽ ഞാൻ ചെയ്ത ചില മൂവീസ്, ഈവൻ കന്നഡ ഒക്കെ എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫിലിംസ് തന്നെ. ചിന്താമണി കൊലക്കേസിലും ഷാജി കൈലാസ് സാർ തന്നെയായിരുന്നില്ലേ? സോ ഇതിലും എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ആസ് എ ഡയറക്ടർ സാറിന്റെ അപ്രോച്ച്? നമ്മൾക്ക് ഒരുപാട് പരിചയമുള്ള ഒരു സെറ്റിലേക്ക് കയറി ചെല്ലുന്ന പോലത്തെ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. ചിന്താമണിയിൽ ചെയ്യുമ്പോൾ ഞാൻ കമ്പാരിറ്റീവ്ലി ഒരു ന്യൂ കമാറായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് സാറ് തന്നെ വളരെ കംഫർട്ടബിൾ ആക്കിയിരുന്നു. ഒരു ഹോംലി ഫീലിംഗ് ഒക്കെ ആയിരുന്നു. ഒരു നമുക്ക് പരിചയമുള്ള ഒരുപാട് പേരുള്ളതുകൊണ്ടുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. വിന്ററിന്റെ പ്രൊഡ്യൂസർ തന്നെയാണല്ലോ ഞാൻ ചെയ്ത വിന്റർ എന്നുള്ള പടത്തിന്റെ പ്രൊഡ്യൂസറും കൂടിയാണ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ രാധാകൃഷ്ണേട്ടൻ. രാധാകൃഷ്ണേട്ടൻ എൻ്റെ അച്ഛനൊക്കെ ആയിട്ട് വളരെ നല്ല ബന്ധമായിരുന്നു. അപ്പോൾ വിളിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വളരെ നമുക്ക് അറിയണ ആൾക്കാരായതുകൊണ്ട് സോ മൊത്തത്തിൽ എല്ലാവരും അറിയാവുന്ന ഒരു കംഫർട്ടബിൾ ഇതായിരുന്നു മൊത്തത്തിൽ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? അതിഥീന്റെ ഉണ്ടല്ലോ, ഞങ്ങളൊരു 10 വർഷം മുന്നേ എന്റെയൊക്കെ അങ്ങനെയല്ല കുഞ്ഞിന്റെ കാര്യമല്ല, എന്റെയൊക്കെ ചെറുപ്പത്തിൽ ആ ഒരു സമയത്ത് അല്ല മറ്റേ പാട്ടില്ലേ മൂവെന്തിച്ചായത്തിന്റെ ചെറുപ്പത്തില് അതെ ചെറുപ്പത്തില് ആ ഒരു സമയത്ത് നമ്മൾ കാണുന്ന ഫ്രണ്ട്സിനൊക്കെ കുറച്ച് ജലസിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അസൂയ വന്നിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ് അതായത് സിദ്ധാർത്ഥ് മേനോനായിട്ട് നല്ല അടിപൊളി ഒരു പാട്ട് മ്യൂസിക്കൽ ആൽബം ഉണ്ടായിരുന്നു, മൂവെന്തിച്ചായം തീരും എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് സിദ്ധാർത്ഥ് മേനോൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഭയങ്കര അടിപൊളി അങ്ങനെയല്ല ക്രഷ് ആയിട്ട് ഇങ്ങനെ നോക്കുന്ന ആളായിരുന്നു. അപ്പോ ആളായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? എനിക്ക് ആ നമ്പർ ഒന്ന് തരുമോ? പറഞ്ഞു വന്ന ആളെ ഞാൻ പറഞ്ഞു വന്നത് കോണ്ടാക്ട് ഉണ്ട്. സിദ്ധാർത്ഥന്റെ കല്യാണം വിളിച്ചിരുന്നു, അപ്പൊ പോവാൻ പറ്റിയില്ല. കോണ്ടാക്ട് ഒക്കെ എന്നാലും ഉണ്ട്. നമ്പർ വേണ്ട. ഓക്കെ. കല്യാണം കഴിഞ്ഞാല് നല്ല വിഷമമുണ്ട് അല്ലേ പുള്ളിയുടെ? നമ്മൾ ആ ഒരു ടൈമില് എല്ലാരും ഇങ്ങനെ ഇതാക്കല്ലോ. ഇപ്പൊ ഡെയിനെ തന്നെ മിക്ക ഷോസിലും വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഡെയിൻ അധികം മിണ്ടാത്തൊരു ക്യാരക്ടറാണ് പൊതുവേ എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. മീൻസ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് റിയൽ ലൈഫില്. അതെ അതെ അതെ. പക്ഷെ മിക്ക ഷോസിലും വരുമ്പോ ഡെയിൻ ഒരു കാട്ടുകോഴി എന്നുള്ള രീതിയിലാണ് ചിത്രീകരിക്കപ്പെടുന്നത്. അതില് വിഷമം സമാധാനായി.